നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രഹ്ലാദ ചരിതമെന്ന 24-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശിഖരനെ വൃത്തത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ശ്ലോകം ശ്രദ്ധിക്കുക. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ഠേധതനയേ ഭവദ്ഭക്തിം വര്യാം അഭിഗദതി പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമതിഃ അസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അധീതേഷു ശ്രേഷ്ഠാം കിം ഇതി പരിപൃഷ്ടേ അധ തനയേ ഭവദ്ഭക്തിഃ വര്യാം അഭിഗദതി പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വ സഹജമതിഃ അസ്യ ഇതി അഭിവിദൻ വധോപായാൻ അസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അഥ അധീതേഷു ശ്രേഷ്ഠം കിമിതി തനയെ പരിപൃഷ്ടേ സതി ഭവദ്ഭക്തിം വര്യാം അഭിഗദതി പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വ അസ്യ സഹജമതിഃ ഇതി അഭിവിദൻ അസ്മിൻ ഭവത്പാദശരണേ വധോപായാൻ വ്യതനുത. ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. നിരവധി അസുര ഗുരുക്കന്മാരാൽ വിദ്യ അഭ്യസിക്കപ്പെട്ട തൻ്റെ പുത്രനായ പ്രഹ്ലാദനോട് നീ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യ ഏതാണ് എന്ന് പിതാവായ ഹിരണ്യകശിപു ചോദിച്ചപ്പോൾ ഭഗവത് ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പ്രത്യുത്തരം നൽകി പ്രഹ്ലാദൻ. ക്രോധാക്രാന്തനായ ഹിരണ്യകശിപു അസുര ഗുരുക്കന്മാരെ മുഴുവനും അധിക്ഷേപിച്ച് ഇത് പ്രഹ്ലാദൻ്റെ സ്വാഭാവിക ബുദ്ധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രഹ്ലാദനെ വധിക്കുവാനുള്ള വഴികൾ ആലോചിച്ച് തുടങ്ങുകയും ചെയ്തു എന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.